Hi friends, Andro creationsile പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ടിംഗ് പ്രശ്നത്തെക്കുറിച്ചാണ്. റീസ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോൺ ഓഫായി ഓൺ ആവുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ ഓഫായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓണായി വരിക. അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഏതെങ്കിലും ഒരു കോൾ വരികയാണെങ്കിൽ, നമുക്ക് ആരെങ്കിലും നമ്മളെ കോൾ വരികയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ അങ്ങ് ഓഫായി പോവുക. പിന്നീട് അതങ്ങ് ഓണായി വരിക. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഫോണിന് ഇതേപോലെ ഫോൺ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻസ്? അതായത് ഈ ഒരു പ്രോബ്ലംസ് നമ്മുടെ ഏകദേശം മിക്ക ഫോണുകൾക്കും ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് പലരും പല വീഡിയോസുകളുടെയും കമൻറ്റ് ബോക്സിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് നമ്മളത് ചെക്ക് ചെയ്യേണ്ടത്? ഇതൊരു മേജർ കംപ്ലയിൻ്റ് ആണോ? ഇത് മാറ്റാൻ സാധിക്കത്തില്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശ രൂപങ്ങൾ ഈ ഒരു പ്രോബ്ലംസ് എന്തുകൊണ്ട്, ഈ ഒരു ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് എന്തുകൊണ്ടാണ് ഫോണിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ ഓഫ് ആവുക, അത് കഴിഞ്ഞ് വീണ്ടും ഓണായി വരിക. ഓട്ടോമാറ്റിക് ഈ ഒരു പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇതിനെയാണ് റീസ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഫോൺ ഒരുപാട് നേരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഹൈ എൻഡഡ് ആയിട്ട് ഗെയിമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വളരെയേറെ ചൂടാവുകയാണ്. വളരെ ഒരു പരിധിയിൽ അധികം ചൂടായിട്ടും നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി ഓൺ ആവാറുണ്ട്. അത് ചില ഫോണുകൾ, മിക്കവാറുമൊക്കെ ചില ഫോണുകളിൽ വച്ചിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ് അത്. അതായത് ഫോൺ ഓവറായിട്ട് ഹീറ്റായിട്ട് ഫോണിന് കംപ്ലയിൻറ്റ് വരാതിരിക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓഫായി ഓൺ ആവുന്നത് അതൊരു പ്രോബ്ലംസ് അല്ല. അതായത് ഫോൺ ഓവറായിട്ട് ഹീറ്റ് നമ്മൾ കൂടുതൽ നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഫോൺ ഓവറായിട്ട് ഹീറ്റായിട്ട് ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് സംഭവിക്കുന്നത് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് മിക്ക ഫോണുകളിലും ഒരു കമ്പനി തന്നെ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണത്. ഓക്കെ, അതായത് ഓവറായിട്ട് ഹീറ്റായിട്ട് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് വരുന്നത് ഒരു ഇഷ്യൂസ് അല്ല. അത് നിങ്ങൾ ഇഷ്യൂസ് ആയിട്ട് കണക്കാക്കണ്ട. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൾ വരുമ്പോൾ പെട്ടെന്ന് ഓഫായി പോവുക, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫായി ഓണായി പോയിരിക്കുക. അങ്ങനത്തെ പ്രോബ്ലംസുകൾ മിക്കവാറുമൊക്കെ വരുന്നത് ഏകദേശം 90% ഫോണിൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫോണിൻ്റെ ബാറ്ററി ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 90% കംപ്ലയിൻസും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചിലർ പറയാറുണ്ട്, ഞാൻ ചിലപ്പോൾ അതിൽ കമൻറ്റ് വരുമ്പോഴത്തേക്ക് യൂട്യൂബിൽ ഇതേപോലെ നമ്മുടെ വീഡിയോസിൽ താഴെ ഇതേപോലെ ഫോൺ ഓഫായി ഓണായി വരുന്ന ആ ഒരു റീസ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് കമൻറ്റ് വരുമ്പോഴത്തേക്കും ഞാൻ അവരുടെ തിരിച്ച് റിപ്ലൈ നൽകാറുണ്ട്, ബാറ്ററി ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അവർ പറയും ബാറ്ററിക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല, അതായത് ഫോൺ നല്ല രീതിയിൽ തന്നെ ചാർജ് കയറുന്നുണ്ട്, നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് എല്ലാം കിട്ടുന്നുണ്ട്, ഫോൺ പെട്ടെന്ന് ചാർജിങ് കയറുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് എല്ലാം കിട്ടുന്നുണ്ട്, യാതൊരു പ്രോബ്ലംസും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബാറ്ററി എങ്കിൽ പോലും ബാറ്ററിക്ക് അകത്തൊരു ബോർഡുണ്ട്, BMS ബോർഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട്. ഇതിനു മുമ്പ് ഒരു വീഡിയോസുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബാറ്ററിയുടെ മുകളിൽ ഒരു ചെറിയൊരു ബോർഡ് വരുന്നുണ്ട്. ആ ഒരു BMS ബോർഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടും ഈ ഒരു പ്രോബ്ലംസ് സംഭവിക്കാം. അതായത് അതിന് വോൾട്ടിന് യാതൊരുവിധ പ്രോബ്ലംസും വരില്ല, പക്ഷേ ആംബിയറിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാറ്ററി മാറാൻ പറയുന്നത്. അപ്പോൾ ബാറ്ററി നിങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കുക. 90% കംപ്ലൈൻറ്റും ബാറ്ററി മാറുന്നതോടുകൂടി ഈ ഒരു റീസ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഓക്കെ, ബാറ്ററി മാറുന്നതോടൊപ്പം നിങ്ങളൊരു ടെക്നീഷ്യൻ്റെ കൈ കൊടുത്താണ് നിങ്ങൾ ബാറ്ററി മാറുന്നത് എങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ ബോർഡിൽ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിലേതെങ്കിലും ഫുൾ ഷോട്ടോ അല്ലെങ്കിൽ ഹാഫ് ഷോട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ആംബിയർ എടുക്കുന്ന അവർ DC പവർ സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഫോണിൽ എന്തെങ്കിലും മൈന്യൂട്ട് ഷോട്ടോ വല്ലതുണ്ടെങ്കിൽ അത് ആ ഷോട്ട് നീക്കിയതിന് ശേഷം ബാറ്ററി ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഷോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ബാറ്ററി കിടക്കത്തില്ല, വീണ്ടും ബാറ്ററി കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കും, ഈ ഒരു പ്രോബ്ലംസ് മാറത്തില്ല. അതുകൊണ്ട് ബോർഡിൽ നമ്മുടെ മദർ ബോർഡിലോ അല്ലെങ്കിൽ സബ് ബോർഡിലോ എന്തെങ്കിലുമൊക്കെ ഷോട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം മാത്രം ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 1-2 ബാറ്ററി മാറിയിട്ട് ഈ ഒരു പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ കൊടുത്ത് ബോർഡിൽ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇപ്പോൾ ബാറ്ററി മാറിയിട്ട് നിങ്ങളെ കംപ്ലയിൻറ്റ് മാറുക, അല്ലെങ്കിൽ ബാറ്ററി ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല, യാതൊരു പ്രോബ്ലംസ് ഇല്ല, എന്നിട്ടും കംപ്ലയിൻറ്റ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ സംബന്ധമായി, അതായത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ബഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എററോ
നമ്മൾ സ്വാഭാവികമായ സോഫ്റ്റ്വെയർ സംബന്ധിക്കുന്ന ചില പ്രോബ്ലംസ് ആണ്. അതിൽ എന്തെങ്കിലുമൊക്കെ ഫയലുകളിൽ ഉണ്ടാകുന്ന മിസ്മാച്ചിങ്ങോ അല്ലെങ്കിൽ ബഗ്സോ എററോ ഒക്കെ കൊണ്ട് ഈ ഒരു പ്രോബ്ലംസ് വരാം. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഓക്കെ, ഫാക്ടറി റീസെറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, അത് നോക്കി ചെയ്യുക. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഫോൺ റീസെറ്റ് ചെയ്യുക. ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും മേജറായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. അപ്പം സോഫ്റ്റ്വെയർ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മൂന്നാമതായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്ഡേറ്റ് ചെക്ക് ചെയ്യുക, ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ടും നിങ്ങളുടെ പ്രോബ്ലംസ് മാറുന്നില്ല, എന്നിട്ടും വീണ്ടും ഈ ഒരു പ്രശ്നം ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് യാതൊരു പ്രോബ്ലംസും ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടും നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പിൽ കൊടുത്ത് നിങ്ങളുടെ മദർ ബോർഡിന് എന്തെങ്കിലും ഇഷ്യൂസ്, മദർ ബോർഡിനോ CC ബോർഡിനോ, ചാർജിങ് കണക്ടർ CC ബോർഡിനോ, അതായത് സബ് ബോർഡിനോ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലംസ് വരാം. അപ്പം മദർ ബോർഡ്, CC ബോർഡ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മദർ അതായത് ബോർഡിലുണ്ടാകുന്ന ചെറിയ IC-കളിൽ മേജർ IC ആവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ IC-കളാവാം. ഇപ്പോൾ പവർ IC-യോ അല്ലെങ്കിൽ CPU സംബന്ധമായ റിലേറ്റഡ് ആയിട്ടുള്ളോ, അല്ലെങ്കിൽ എന്തെങ്കിലും റെസിസ്റ്റർ ഉണ്ടാവുന്ന വാല്യൂ വ്യത്യാസമോ ഏതെങ്കിലും ഷോർട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ വരും. അപ്പോൾ അത് ഇത്രയും ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ മദർ ബോർഡ് ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലംസ് മാറുന്നതാണ്. ഓക്കെ, മെയിനായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലംസ് വരുന്നത്. പിന്നീടെന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ CC ബോർഡ് ഒരു ഷോപ്പിൽ കൊടുത്ത് നിങ്ങളുടെ ചാർജിങ് കണക്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് നിങ്ങൾ CC ബോർഡ് ഷോപ്പിൽ കൊടുത്ത് മാറുകയാണെങ്കിൽ ചിലപ്പോൾ CC ബോർഡിലുണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ട് ഇത് വരാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കോപ്പി ഡിസ്പ്ലേ എന്തെങ്കിലും ഇട്ട് ഡിസ്പ്ലേ പൊട്ടിയിട്ട് പുതിയ ഡിസ്പ്ലേ ഇട്ട് അതിനുശേഷം ഈ പ്രോബ്ലംസ് വന്നിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഡിസ്പ്ലേയുടെ പ്രോബ്ലംസ് കൊണ്ട് വരാം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടാണ്, ഫോണിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ട് നിങ്ങൾ അത് ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലംസ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഇട്ട ആ ഒരു കമ്പോണൻസുമായി റിലേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ആ ഷോപ്പിൽ തന്നെ കൊടുത്ത് ഇട്ട കമ്പോണൻസ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പല പ്രോബ്ലംസ് കൊണ്ടും വരാറുണ്ട്. എങ്കിലും കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും 90% പ്രോബ്ലംസും ഈ ഒരു ഓട്ടോ റീസ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് വരുന്നത് ബാറ്ററി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് ബാറ്ററി റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.